ഹായ് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുവാവിയുടെ അടുത്തൊരു പുതിയ ഫോണിനെ കുറിച്ചാണ്. ഇതൊരു മിഡ് റേഞ്ച് ഫോണും കൂടാണ്. ഇതിന് മുമ്പ് നമ്മൾ ഹുവാവിയുടെ തന്നെ നല്ല രണ്ട് ഫോണുകളുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും 5G ഫോണായിരുന്നു വന്നിരുന്നത്. Huawei Nova 7 Huawei Nova 7 SE എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ആ ഫോണിൽ നിന്നൊക്കെ കുറേ അധികം തന്നെ പ്രൈസ് കുറഞ്ഞിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഫോണും കൂടാണ് ഇത്. എന്നാൽ Nova 7ഉം Nova 7 SEയും വന്നതുപോലെ ഈ ഫോൺ വരുന്നത് 5G ഫോണല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് Huawei Y9A എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. 2019 മോഡലായ Huawei Y9S എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റീപ്ലേസിംഗ് കൂടാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതാണ് Huawei Y9A എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണിത്. എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് Huawei Y9A തന്നെയാണ്. ഫോൺ മാറ്റി വെക്കാം. ബാക്കി എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം. ബോക്സിൽ വരുന്ന ആക്സസറീസ് നോക്കുകയാണെങ്കിൽ ഒരു Type C ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കാണാം, അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന സിലിക്കോൺ കവറും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു കവർ തന്നെയാണ് അത്. പിന്നെ ഒരു സിമിൻ്റെ ട്രേ എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളും, പിന്നെ ഇതിൽ നമുക്ക് ഇയർഫോണും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്ന ആക്സസറീസ് ഒക്കെ. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഏതൊരു മോഡൽ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളി ഡിസൈനോട് കൂടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫോണും വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ബാക്കിൽ ലൈറ്റ് തട്ടുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള Huaweiയുടെ തന്നെ Mate 30 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ അതേ ഒരു കോപ്പിയിലാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ക്യാമറ ഇരിക്കുന്ന ഡിസൈനും അതിന് ചുറ്റുള്ള ആ റൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ബാക്കിൽ ഇത് കൂടാതെ 4 ക്യാമറയും ഒരു ഫ്ലാഷുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ Huawei ഇറക്കിയിട്ടുള്ള മിഡ് റേഞ്ച് ഫോണിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനും കൂടാണിത്. അതുപോലെ ഫോണിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്തായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു നാനോ മെമ്മറി കാർഡാണ് ഇടാൻ സാധിക്കുന്നത്. പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെമ്മറി കാർഡുമാണ് ഈ നാനോ എന്ന് പറഞ്ഞ മെമ്മറി കാർഡ്. കൂടാതെ താഴ്ഭാഗത്ത് ഒരു മൈക്കും പിന്നെ Type C ചാർജിങ് പോർട്ടും ഒരു സ്പീക്കറും ആണ് കിട്ടുന്നത്. ഈ സ്പീക്കറിന് കിട്ടുന്ന സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു മീഡിയം റേഞ്ചിലുള്ള സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഹൈ സൗണ്ടും അല്ല, നല്ല ലോ സൗണ്ട് അല്ലാത്ത രീതിയിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയോ ബട്ടണും അതിന് തൊട്ട് താഴെയായിട്ട് പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ പവർ ബട്ടൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. ഇനി മുകളിലായിട്ട് 3.5 mm ഓഡിയോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ജാക്കും അതുപോലെ തന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും പിന്നെ ഒരു പോപ്പ് ക്യാമറ ആണ് മുകളിലുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. 6.63 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നതും. അധിക ഫോണിൽ നമുക്ക് നോച്ചോട് കൂടെയുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് കിട്ടാറ്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ആയിട്ടുള്ള ക്യാമറക്കാണ് ഡിസ്പ്ലേൻ്റെ അകത്ത് വരാറ്. എന്നാൽ ഈ ഒരു ഫോണിന് നമുക്ക് പോപ്പ് ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ ആ സ്പേസും കൂടെ ഡിസ്പ്ലേക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു ഫുൾ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. അതുപോലെ 84.8% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. നിങ്ങൾക്ക് കാണാം താഴത്തായാലും മുകളിലായാലും അതുപോലെ തന്നെ സൈഡിലായാലും ഒക്കെ തന്നെ ബെസൽലെസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്കൊരു ഫോൺ വരുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ നമ്മൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നതും. അതുപോലെ തന്നെ 397 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും കിട്ടുന്നത്. പിന്നെ 16 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നതും. പിന്നെ അത് പറയുകയാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇതിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയ്ഡായ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ബ്രൈറ്റ് ആയിട്ടൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാലും ടോട്ടലി ഒരു ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് എന്നൊക്കെ പറയാം. ഇനി ഫോണിൽ വരുന്നത് Android 10.0യും അതുപോലെ തന്നെ EMUIയുടെ 10.1ഉമാണുള്ളത്. ഈ ഒരു ഫോണിൽ നമുക്ക് ഗൂഗിളിൻ്റെ പ്ലേ സർവീസ് കിട്ടുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള എല്ലാ Huaweiയുടെ ഫോൺ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഗൂഗിളിൻ്റെ പ്ലേ സർവീസ് കിട്ടാത്ത Huaweiയുടെ ഫോണുകളിലൊക്കെ എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കാം എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ. പിന്നെ MediaTekൻ്റെ Helio G80 എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ G80 എന്ന് പറയുന്ന പ്രോസസ്സർ ഒരു പുതിയൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് കുറച്ചായിട്ടുള്ളത് ഇത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അതുപോലെ Mali G52 എന്ന് പറയുന്ന ഒരു GPU ആണ് ഇതിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ തന്നെ നമുക്കിതിൽ കളിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ ഫോൺ വരുന്നത് 2 വേരിയൻറ്റിലായിട്ടാണ്. 6GB റാമും 128GB ഇൻറ്റർണൽ സ്റ്റോറേജും. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ളതും.
പിന്നെ ഇതിൽ നമുക്ക് മാക്സിമം മെമ്മറി ഇട്ടിട്ട് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് 256 GB വരെയാണ്. അതേപോലെ ഇതിൽ വരുന്ന റാം നോക്കുകയാണെങ്കിൽ LPDDR4X ആണ്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. ഈ 4 ക്യാമറ വരുന്നത് റൗണ്ടിൻ്റെ അകത്തായിട്ടാണ്. ഇതിൽ വരുന്ന മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൽ ഒരു f1.8 അപ്പേച്ചർ വാല്യൂള്ള ഒരു ക്യാമറ ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലാണ്. പിന്നെ ലാസ്റ്റ് 2 ക്യാമറ വരുന്നത് ഡെപ്ത് സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ മാക്രോ ക്യാമറ ആണ്. ഇത് രണ്ടും വരുന്നത് 2 മെഗാ പിക്സൽ വീതം ഉള്ളതാണ്. ഇതിൽ വന്നിട്ടുള്ള ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള Huawei Nova 7 SEയിലൊക്കെ വന്നിട്ടുള്ള അതേ ഒരു ക്യാമറ ക്വാളിറ്റി ഒക്കെ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഇനി ഈ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അതേപോലെ ഫോട്ടോയിലായാലും വീഡിയോയിലായാലും നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 10x വരെയാണ്. ഇത് വരുന്നത് ഡിജിറ്റൽ സൂം ആണ്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പേച്ചർ ഉണ്ട്, ബ്യൂട്ടി, ഫോട്ടോ, വീഡിയോ, പിന്നുള്ളത് മോർ എന്നതാണ്. മോറിൽ പോയി കഴിഞ്ഞാൽ പ്രോ, അതുപോലെ തന്നെ പനോരമ, HDR, ടൈം ലാപ്സ്, സ്റ്റിക്കേഴ്സ്, സൂപ്പർ മാക്രോ അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻ തന്നെ കാണാം. ഇതിൽ നമുക്ക് നൈറ്റ് മോഡും കിട്ടുന്നില്ല, സൂപ്പർ സ്ലോ മോഷനും കിട്ടുന്നില്ല. ഇപ്പോൾ ഇറങ്ങുന്ന അധിക ലോ ബഡ്ജറ്റിൽ ഫോണിൽ പോലും നമുക്ക് നൈറ്റ് മോഡും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലോ മോഷനും എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ റിയർ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ക്യാമറ സാമ്പിൾസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പപ്പ് ക്യാമറ ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ഒരു ക്യാമറ ഇതിൻ്റെ മുന്നത്തെ മോഡലായ Huaweiയുടെ തന്നെ Y9Sൽ നിന്നൊക്കെ കുറച്ചധികം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം Y9Sൽ നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു ക്യാമറ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ വരുന്ന ഒരു ക്യാമറ 16 മെഗാ പിക്സൽ ഒരു f2.2 അപ്പേച്ചർ വാല്യൂള്ള ഒരു ക്യാമറ ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഒക്കെ. ഈ ഒരു സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ നമുക്കൊരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിൽ വരുന്നത് 4200 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ആണ്. ഇനി ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ ഒരു 40 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറും കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റ് കൊണ്ട് 70% വരെ ചാർജ് ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി അതുപോലെ തന്നെ നല്ലൊരു ഫാസ്റ്റ് ചാർജറും തന്നെ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് ഇത്ര നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ചാർജറും വരുന്നത് തന്നെ. ഇതിൽ വരുന്ന സെക്യൂരിറ്റി ലോക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും പാറ്റേൺ ലോക്കുമാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഫേസ് ലോക്ക് കിട്ടുന്നില്ല, കാരണം ഇതിൽ വരുന്നത് പോപ്പപ്പ് ക്യാമറ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫേസ് ലോക്ക് ഇതിൽ സപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം സ്പീഡിലാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നതെന്ന്. നല്ല സ്പീഡിൽ തന്നെ ഫിംഗർ സെൻസ് ആകുന്നുണ്ട്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UIയിൽ വരുന്നത് 8GB and 128GBക്ക് 1049 ദിറംസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 21,990 രൂപയാണ്. ഇനി ഫോൺ അവൈലബിൾ ആവുന്ന കളറ് സ്പേസ് സിൽവർ, പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു സക്കുറ പിങ്ക് എന്ന കളറ്, പിന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ 3 കളറിലാണ് ഇത് വരുന്നത്. ഇനി ഒരു പ്രൈസിനുള്ള ഫോൺ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നല്ല അടിപൊളി ഡിസൈനും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറയും അതുപോലെ തന്നെ GPUം പ്രൊസസ്സറും ആയാൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള തന്നെയാണ് കിട്ടുന്നത്. പിന്നെ 8GB റാമാണ് ഇതിൽ വരുന്നതും. ഇനി ഇതിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ല ഹൈ സ്പീഡ് ചാർജറൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ ഗൂഗിൾ പ്ലേ സർവീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കുറച്ച് കൂടുതൽ ആണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രൈസിന് നമുക്ക് വേറെയും ബ്രാൻഡിൽ ഒരുപാട് ഫോണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. റെഡ്മിയിൽ തന്നെ അതുപോലെ തന്നെ റിയൽമിയിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൽ നമുക്ക് ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ അവൈലബിൾ ആണ്. ഇനി കൂടുതൽ പേരും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് Huawei Y9A ആണോ നല്ലത്, Huawei Nova 7 SE ആണോ നല്ലത് എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് Nova 7 SE എന്നാണ് കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു ഫോണിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് Huawei Y9A എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.